ഉണ്ടാകട്ടെ. കർത്താവിൽ പ്രിയമുള്ളവരെ, വീണ്ടും ദൈവസന്നിധിയിലായിരിക്കുവാൻ, ദൈവത്തിന്റെ വചനങ്ങൾ കേൾക്കുവാൻ തക്കവണ്ണം ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ബഹുലമായ കൃപയോർത്ത് ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. നമുക്ക് ഈ വർഷത്തെ മർത്തമറി സമാജത്തിന്റെ തീമായിട്ട് തന്നിരിക്കുന്ന വിഷയമാണല്ലോ ടുവേർഡ്സ് റിഡീമിംഗ് ക്രൈസ്റ്റ്, വീണ്ടെടുക്കുന്ന ക്രിസ്തുവിലേക്കുള്ള യാത്ര. അതിൽ രണ്ട് കഥാപാത്രങ്ങളെ, വേദപുസ്തകത്തിൽ രണ്ട് പുസ്തകങ്ങളെയാണ് നമുക്ക് പരിചയപ്പെടുത്തുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ റൂത്തിന്റെ പുസ്തകം നമുക്ക് ധ്യാനിക്കുവാനിടയായി. ഇനിയുമുള്ളത് എസ്തറിന്റെ പുസ്തകമാണ്. അഭിമന്യ തിരുമനസിന്റെ ദിയോസ്കോറോസ് തിരുമേനിയുടെ പുസ്തകത്തിൽ ഏകദേശം 11 അധ്യായങ്ങൾ വരുന്ന പുസ്തകത്തിൽ, ആ പുസ്തകത്തിൽ ആദ്യത്തെ 4 അധ്യായങ്ങൾ റൂത്തിനെ കുറിച്ചും പിന്നീട് വരുന്ന 7 അധ്യായങ്ങൾ എസ്തർ എന്ന പുസ്തകത്തെക്കുറിച്ചുമാണ് പഠനത്തിനായിട്ട് തന്നിരിക്കുന്നത്. ഇനിയും നമ്മൾ നോക്കുവാൻ തക്കോണം ഇന്ന ദിവസം ആഗ്രഹിക്കുന്നത് എസ്തറിന്റെ പുസ്തകത്തിലെ ചില കാര്യങ്ങളാണ് നമുക്ക് ധ്യാനത്തിനായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ചിന്തയ്ക്കായിട്ട് നമുക്ക് മുമ്പായിട്ടുള്ളത്. ഈ 5-ാമത്തെ അധ്യായത്തിന്റെ പേര് നൽകുന്നത് ദ ഹാൻഡ് ഓഫ് ഗോഡ് റിവീൽഡ് ഇൻ ഹ്യൂമൻ ആക്ഷൻസ്. ദൈവത്തിന്റെ പ്രവർത്തനങ്ങൾ, മാനുഷിക പ്രവർത്തിയിലൂടെ ദൈവത്തിന്റെ കരം വെളിപ്പെടുത്തുന്നതായ കാര്യങ്ങളെയാണ് എസ്തറിന്റെ പുസ്തകത്തിൽ ഉടനീളം കാണുവാൻ തക്കവണ്ണം സാധിക്കും. നമുക്കറിയാം, കഴിഞ്ഞ ആഴ്ച ഞാൻ ക്ലാസ് നിർത്തിയപ്പോൾ ഓർപ്പിച്ചു, എസ്തറിന്റെ പുസ്തകത്തിൽ ഒത്തിരി പ്രത്യേകതകളുണ്ട്. വേദപുസ്തകത്തിൽ ഒരിക്കലും ദൈവം എന്ന പേര് പറയാത്ത ഒരു പുസ്തകമാണ്. വേദപുസ്തകമുള്ള പുസ്തകങ്ങളിൽ ദൈവം എന്ന പേര് പറയാത്ത ഒരു പുസ്തകമാണ് എസ്തറിന്റെ പുസ്തകം. അത് പക്ഷേ അത് ഉടനീളമായിട്ട് ദൈവീക കരങ്ങളെ, അല്ലെങ്കിൽ അത്ഭുതകരമായി മനുഷ്യന്റെ പ്രവർത്തനങ്ങളെയൊക്കെ നിയന്ത്രിക്കുന്ന ദൈവീക കരം നമുക്കതിൽ കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യ എന്ന പേര് വേദപുസ്തകത്തിൽ കാണുന്നത് ഈ പുസ്തകത്തിലാണ്. എസ്തറിന്റെ പുസ്തകത്തിൽ 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ തന്നെ കാണുന്നു ഇന്ത്യയുടെ പേര്. വേദപുസ്തകത്തിൽ എവിടെയാണ് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് എസ്തറിന്റെ പുസ്തകത്തിലാണ് അത് പറയുന്നത്. ഈ ഈ പുസ്തകത്തിൽ ദൈവത്തിന്റെ പേര് എന്ന വാക്കോ ദൈവത്തെ സൂചിപ്പിക്കുന്ന മറ്റു പേരുകളോ ഒന്നുമില്ല എന്ന് തന്നെ സൂചിപ്പിച്ചു തന്നു. എന്നാലും ദൈവത്തിൽ അചഞ്ചലമായ വിശ്വാസത്തെയും തന്റെ ജനത്തിന്റെ രക്ഷയ്ക്കായുള്ള ദൈവകരുണയുടെ നിഗൂഢമായ പ്രവർത്തനത്തെയും പറ്റി ഇത് പഠിപ്പിക്കുന്നുണ്ട്. എബ്രായ ഹീബ്രു ബൈബിളിലെ എഴുത്തുകൾ, റൈറ്റിംഗ്സ് എന്ന് പറയുന്ന കെത്തുവയും എന്ന പറയുന്ന സെക്ഷനിലാണ് ഈ നെഹമ്യാവിനും ഇയ്യോബിനും ഇടയ്ക്കാണ് ഈ പുസ്തകം അതിന്റെ സ്ഥാനം പിടിച്ചിട്ടുള്ളത്. വേദപുസ്തകത്തിലൊന്നും മറ്റു പുസ്തകങ്ങളൊന്നും ഇതിന്റെ ഒരു ക്രോസ് റെഫറൻസ് കാണുവാൻ തക്കവണ്ണം, ഈ സംഭവങ്ങളെ കുറിച്ചുള്ള ക്രോസ് റെഫറൻസ് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നില്ല. എങ്കിൽ പോലും ദൈവത്തിന്റെ പ്രവർത്തനങ്ങളെയും ദൈവത്തിലുള്ള വിശ്വാസത്തെയും കുറിച്ചുള്ള ആശയങ്ങൾ ഈ പുസ്തകത്തിൽ ഉടനീളം നമുക്കറിയാം. ഈ വേദപുസ്തകം മുഴുവനും ദൈവിക പദ്ധതികളുടെ ഭാഗമാകുവാൻ തക്കവണ്ണമുള്ള കാര്യങ്ങളാണ് മുഴുവനായിട്ടും കാണുന്നത്. പക്ഷെ ദൈവം എന്ന പദം ഉപയോഗിക്കുന്നില്ലെങ്കിലും ദൈവത്തിന്റെ കരുണയെക്കുറിച്ച്, ദൈവത്തിന്റെ രക്ഷാകര പദ്ധതിയെക്കുറിച്ചൊക്കെ വെളിപ്പെടുത്തുന്നതായ ഒത്തിരി കാര്യങ്ങൾ ഈ പുസ്തകത്തിൽ കാണാം. യഹൂദന്മാരുടെ ഈ പഴയ നിയമത്തിൽ അതിനെ തനാക്ക് എന്നാണ് വിളിക്കുന്നത്. തനാക്കില് അതിന്റെ എഴുത്തുകളിലാണ്, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ എഴുത്തുകളാണ് ഈ പേര് പറയുന്ന എസ്തറും റൂത്തും ഈ എഴുത്തുകളാണ് അറിയപ്പെടുന്നത്. തനാക്ക് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ആദ്യത്തെ തോറായെ സൂചിപ്പിക്കുന്നതായ ഒരു പദമാണ് തനാക്ക്. അതായത് ആദ്യത്തെ 5 അധ്യായങ്ങൾ തോറ. നാക്ക് എന്നെ നബീം എന്ന് പറയുന്നതായ, അതായത് നബീം എന്ന് പറഞ്ഞാൽ പ്രോഫറ്റ്സ് എന്നാണ്. ആ പ്രോഫറ്റ്സ് അടങ്ങുന്ന പുസ്തകങ്ങളെയാണ് അടുത്ത ഒരു ഇതായിട്ട് എടുത്തിരിക്കുന്നത്. അടുത്തത് കെത്തുവീം എന്ന് പറയുന്നതായ, അതായത് എഴുത്തുകൾ, റൈറ്റിംഗ്സ് എന്ന് പറയുന്നത്, അതിനകത്ത് വരുന്നതാണ് നമ്മൾ റൂത്തും. നമുക്ക് പഠിക്കുവാനുള്ള 2 പുസ്തകം റൂത്തും എസ്തറും ആയിരിക്കുന്നത്. ഈ പുസ്തകത്തിന്റെ ഒരു പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ ഈ പുസ്തകം സംഭവങ്ങൾ നടന്നിരിക്കുന്നത് പേർഷ്യൻ സാമ്രാജ്യത്തിലാണ്, അതായത് ബാബിലോണിയൻ സാമ്രാജ്യത്തിലാണ്. വിശാലമായ പേർഷ്യൻ സാമ്രാജ്യത്തിലെ രാജാവായ അഹശ്വരേഷ് തൻ്റെ ശൈത്യകാല തലസ്ഥാനമായ ശൂഷനിലെ കൊട്ടാരത്തിൽ താമസിച്ചിരുന്ന സമയത്ത് ഈ സംഭവങ്ങൾ നടന്നതായിട്ടാണ് മനസ്സിലാക്കുന്നത്. ബാബിലോണിൽ പ്രവാസികളായി കഴിഞ്ഞിരുന്ന യഹൂദ ജനത്തിന്റെ ജീവിത രീതിയെക്കുറിച്ചും, അതായത് എക്സൈലിലായിരിക്കുന്നതായ ഈ ജൂവിഷ് പീപ്പിളിന്റെ അവരുടെ ജീവിതത്തെ രീതിയെക്കുറിച്ചും ഒക്കെ പ്രതിപാദിക്കുന്ന ഒരു പുസ്തകം ഈ പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. എസ്തർ എസ്തർ ഒരു പേർഷ്യൻ നെയിമാണ്. ഇറ്റ് മീൻസ് സ്റ്റാർ എന്നാണ്. അതായത് ഈ എക്സൈലിലായിരിക്കുമ്പോൾ, അതായത് പ്രവാസത്തിലായിരിക്കുമ്പോഴും
അത് ഒരു ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്ന പ്രകാശത്തെ ഇത് സൂചിപ്പിക്കുന്നതാണ്. എസ്തറിന്റെ ഹീബ്രു പേരാണ് ഹദസ എന്നാണ്. അത് അതിന്റെ കറ്റാർ വാഴ എന്നാണ് അതിന്റെ അർത്ഥമായിട്ട് പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നത്. അത് സിംബോളിക് മീനിങ് ഓഫ് ജസ്റ്റിസ്, ബ്യൂട്ടി, സ്ട്രെങ്ത് ആൻഡ് റിസൈലൻസ്. അതൊരു ഒരു ഒരു പ്ലാന്റിന്റെ പേരാണ്, നമുക്കറിയാവുന്ന പോലെ പ്ലാന്റിന്റെ പേരാണ്. ആം, അത് അതിന്റെ ഹീബ്രു പദം അങ്ങനെയാണ് അർത്ഥമാക്കുന്നത്. പ്രധാനമായും സൂചിപ്പിക്കുന്നത് അതിനകത്ത് യഹൂദ ജനത്തിന്റെ ഒരു കാര്യമാണ്, ജീവിത രീതിയാണ് ഈ പുസ്തകത്തിൽ ഉടനീളം കാണുവാൻ തക്കവണ്ണം സാധിക്കും. ഈ പേർഷ്യൻ ബാബിലോണിൽ എക്സൈലിലായി പോയിരിക്കുമ്പോൾ, അതായത് ആ, അവരുടെ ആദ്യത്തെ ഒരു എക്സൈലായിരുന്നു ബാബിലോണിൽ എക്സൈലായിരിക്കുമ്പോൾ ഈ പേർഷ്യൻ സാമ്രാജ്യത്തിൽ ഉടനീളം അവർ സ്കാറ്റേർഡ് ആയിട്ട് കഴിയുന്നതായ അവരുടെ തനിമ, സത്വം ഒക്കെ കാണിക്കുന്ന ഒരു പുസ്തകമാണ്. രീതിയെക്കുറിച്ചും തന്റെ വ്യക്തിത്വം മറക്കാതെ തങ്ങൾ പ്രവാസ രാജ്യത്തിന്റെ ചുമതല നിർവഹിക്കുമ്പോഴും തങ്ങൾ മതപരമായ ആചാരങ്ങളും വിശ്വാസങ്ങളും പിന്തുടർന്നു എന്നുള്ളത് ഉത്തമമായ ഉദാഹരണം നമുക്ക് കൂടെ കാണുവാൻ തക്കണം സാധിക്കുന്നു. അതുതന്നെ രണ്ട് വ്യക്തിത്വങ്ങളെയാണ് എടുത്ത് ഈ യഹൂദ ആ, അവരുടെ ആ, ആ, നിന്ന് വരുന്ന മൊർദെഖായിയും എസ്തറും അവരുടെ ആ ജീവിതമാണ് ഇതിനകത്ത് പ്രധാനമായും ഇതിനകത്ത് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്ന രണ്ട് കഥാപാത്രങ്ങൾ. അഹശ്വേരോസ് രാജാവും ആ, മൊർദെഖായിയും എസ്തറും ഹാമാനും പിന്നെ വസ്തി രാജ്ഞിയുമാണ് പ്രധാന കഥാപാത്രങ്ങളായി നമുക്ക് ഈ പുസ്തകത്തിൽ കാണാൻ തക്കണം സാധിക്കുന്നത്. ആദ്യത്തെ ഒരു ഇൻട്രൊഡക്ഷനിൽ ഇത് 5 പ്രധാന പ്രതിപാദ്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ഒന്നാമത്തെ ഒരു പ്രതിപാദ്യം ഈ പുസ്തകം ഉടനീളം കാണുവാൻ സാധിക്കുന്നത് ആ, ദൈവത്തിന്റെ വലിയ ഒരു പദ്ധതിയാണ്. ജനത്തിന്റെ വിമോചനത്തിന് വേണ്ടി ദൈവം ഇടപെടുന്നതായ ഒരു അനുഭവം. അതായത് തന്റെ സ്വന്തം രാജ്യത്തിൽ നിന്ന് പിടിച്ച് വേറെ രാജ്യത്തിലേക്ക് പോയ ആ രാജ്യത്തിൽ പോലും ദൈവത്തിന്റെ ഒരു നിഴല്, ദൈവത്തിന്റെ ഒരു സംരക്ഷണം അവർക്ക് ലഭിക്കുന്നതായ ഒരു വലിയ ഒരു 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 സംഭവങ്ങൾ നമുക്ക് അവിടെ കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. തന്റെ ജനത്തെ വിമോചിക്കുവാനുള്ള ദൈവത്തിന്റെ പദ്ധതി, പ്രവാസികളായിരുന്ന എല്ലാ യഹൂദരെയും നശിപ്പിക്കുവാൻ തക്കവണ്ണം ഹാമാൻ ഒരു പദ്ധതി തയ്യാറാക്കുന്നുണ്ട്. യഹൂദരുടെ നേതാവും കൊട്ടാരം ഉദ്യോഗസ്ഥനുമായിരുന്ന മൊർദെഖായിയെ തൂക്കിലേറ്റാൻ അത് വലിയൊരു തൂക്കുമരം ഉണ്ടാക്കി. വസ്തി രാജ്ഞിയെ നീക്കം ചെയ്തത് മുതൽ ഹാമാന്റെ പതനം വരെയുള്ള സംഭവങ്ങൾ ദൈവത്തിന്റെ അദൃശ്യ സാന്നിധ്യം വെളിവാക്കുന്നുണ്ട്. ദൈവത്തിന്റെ പേര് പരാമർശിക്കുന്നില്ലെങ്കിൽ, നേരത്തെ സൂചിപ്പിച്ച പോലെ പരാമർശിക്കുന്നില്ലെങ്കിലും ഈ പുസ്തകത്തിൽ ഉടനീളം ദൈവത്തിന്റെ കൈകൾ നമ്മൾ കാണുന്നു. ഒടുവിൽ ഹാമാൻ ഇസ് ബീൻ ഹങ്ഡ് ഓൺ ദ വെരി ഗാലൻസ് ഹി പ്രിപ്പയർഡ് ഫോർ മൊർദെഖായി. താൻ ആർക്ക് വേണ്ടി ഒരു തൂക്കുമരം തയ്യാറാക്കിയോ ആ തൂക്കുമരത്തിൽ തന്നെ അവൻ തന്നെ തൂക്കിലേറ്റുന്ന ആ ഒരു അനുഭവം നമുക്ക് കാണുവാൻ തക്കവണ്ണം ഡിവൈൻ ഇന്റർവെൻഷൻ, തന്റെ ജനത്തിന് വേണ്ടി ദൈവം പ്രവർത്തിക്കുന്ന ഒരു വലിയ ഒരു സംരക്ഷണത്തിന്റെ ഒരു അടയാളം നമുക്ക് ഇവിടെ കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. അവിടെ വസ്തി രാജ്ഞി സ്ഥാനഭ്രഷ്ടയാകുന്നുണ്ട്. 1-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്ക് അത് കാണുന്നുണ്ട്. സ്ഥാനഭ്രഷ്ടയാകുന്നു. അവിടെ നിന്ന് എസ്തർ എന്ന് പറയുന്ന ആ യഹൂദ സ്ത്രീ അവിടെ രാജ്ഞിയായി വരുന്നുണ്ട്. പിന്നീട് എസ്തറിനെ രാജ്ഞിയായി ഉയർത്തുന്നു. താൻ ഒരു യഹൂദന ആണെന്നതിൽ മൊർദെഖായിക്കുള്ള അഭിമാനം അവിടെ ഉണ്ടാകുന്നു. ദൈവത്തിന്റെ പ്രവർത്തനത്തിലുള്ള മൊർദെഖായിയുടെയും എസ്തറിന്റെയും വിശ്വാസം നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. യഹൂദരെ കീഴടക്കാൻ കഴിയില്ലെന്ന ഹാമാന്റെ ഭാര്യയും ഉപദേശകരും ഒക്കെ തിരിച്ചറിയുന്ന, അതായത് ദൈവത്തിന്റെ ജനത്തെ കീഴടക്കുവാൻ തക്കവണ്ണം സാധിക്കുകയില്ല എന്ന് മനസ്സിലാക്കുന്ന ആളുകളും ഹാമാനൊപ്പം ഉണ്ടായിരുന്നു. അതുപോലെ മൊർദെഖായിക്ക് ആ, തന്റെ പ്രവൃത്തിയിൽ രാജാവ് പ്രതിഫലം നൽകുവാൻ ഇടയാകുന്നുണ്ട്. അത് ഒരുപക്ഷെ അത് അപ്പൊ തന്നെ നൽകുവാൻ തക്കവണ്ണം സാധിക്കുന്നില്ലെങ്കിൽ റെക്കോർഡഡ് ആയിട്ട് മാറുന്നു. അത് പിന്നീട് ഒരു അനുഗ്രഹമായി മാറുന്നുണ്ട്. ഹാമാന്റെ ദുഷ്പ്രവൃത്തികൾക്ക് ലഭിച്ച ശിക്ഷയെക്കുറിച്ച് 7-ാം അധ്യായം 10-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. പിന്നെ ഇതെല്ലാം ഈ ഈ സംഭവങ്ങളെല്ലാം തന്റെ ജനത്തിന്റെ കാര്യങ്ങളിൽ ദൈവം എടുക്കുന്ന ശ്രദ്ധയും അവരുടെ രക്ഷയ്ക്കായി ദൈവം ഉപയോഗിക്കുന്ന വഴികളെയും വെളിപ്പെടുത്തുന്ന കാര്യങ്ങളാണ് നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നത്. അത് വലിയൊരു പ്രതിപാദ്യ വിഷയമാണ്. ഇതിനകത്ത് ദൈവത്തിന്റെ അത്ഭുതമായ കാര്യങ്ങൾ, ദൈവം എന്ന പദം ഉപയോഗിക്കുന്നില്ലെങ്കിൽ പോലും ദൈവത്തിന്റെ കരം ഓരോ നിമിഷവും കാണുന്നതായ അനുഭവവും നമുക്ക് അവിടെ കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. രണ്ടാമത്തെ ഒരു പ്രതിപാദ്യം ആ, ദൈവജനത്തിന് പരസ്പരം ഉണ്ടായിരിക്കേണ്ട സ്നേഹവും പ്രതിബദ്ധതയുമാണ്. ദ മ്യൂച്വൽ ലവ് ആൻഡ് കമ്മിറ്റ്മെന്റ്.
that should be between the Lord's people, the God's people. The powerful message about the love and commitment among the God's people. ഇത് സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ്. യഹൂദ കമ്മ്യൂണിറ്റിയിൽ പ്രത്യേകിച്ച് പ്രവാസികളായിരുന്ന യഹൂദ സമൂഹത്തിന്റെ ഒരു വലിയ പ്രത്യേകതയായിരുന്നു പരസ്പരം ശ്രദ്ധിക്കുക, അവരെ കരുതുക എന്നുള്ളത്. തങ്ങൾ വീണ്ടെടുപ്പുകാരൻ രക്ഷകനുമായ ദൈവത്തിലുള്ള അവരുടെ അചഞ്ചലമായ വിശ്വാസവും അവരുടെ പാരമ്പര്യങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ജീവിത രീതിയും അവർക്ക് വലിയൊരു മുതൽക്കൂട്ടായിരുന്നു. They had an unwavering belief in their God and maintained their traditions even while they were in exile എന്നുള്ള കാര്യം ഈ പുസ്തകത്തിലുടനീളം കാണുവാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. അവിടെ മൊർദെഖായെയും എസ്തറെയും എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. മൊർദെഖായി എല്ലാ യഹൂദരെയും കുറിച്ച് എപ്പോഴും വളരെ ശ്രദ്ധാലുവായിരുന്നു. ഹാമാൻ ദൈവജനത്തെ തുടച്ചു നീക്കുവാൻ തക്കവണ്ണം ശ്രമിച്ചപ്പോൾ മൊർദെഖായി എത്രത്തോളം ശക്തമായി പ്രതികരിച്ചു, അതൊക്കെ ഇവിടെ കാണുവാൻ തക്കവണ്ണം സാധിക്കുന്ന ഒരു കാര്യം. തന്റെ ജനത്തിന്റെ ക്ഷേമം ഉറപ്പാക്കുവാൻ രാജ്ഞിയായ എസ്തർ പ്രതികൂല സാഹചര്യങ്ങളെ അവഗണിച്ച് രാജ്യസന്നിധിയിൽ പോകാൻ ധൈര്യം നൽകി. മൊർദെഖായുടെ വാക്കുകളാണ് 4-ാം അധ്യായം 14-ാം വാക്യത്തിൽ അവിടെ കാണുവാൻ എസ്തറിന് ധൈര്യം നൽകുന്ന ഒരു മൊർദെഖായി കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. നിനക്ക് ഇപ്പോൾ നീ സംസാരിച്ചില്ലെങ്കിൽ നിനക്ക് പിന്നീട് സംസാരിക്കുവാൻ സാധിക്കില്ല, പിന്നീട് ജനത്തിന് അത് നാശമായി ഭവിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അവനെ ശക്തീകരിക്കുന്നുണ്ട്. പിന്നീട് എസ്തർ ജനത്തിന് സംസാരിക്കുവാൻ മരിക്കാൻ പോലും തയ്യാറായ എസ്തർ രാജാവിനെ സമീപിക്കുവാൻ തയ്യാറാകുന്നുണ്ട്. അത് 2 വാക്യം കഴിയുമ്പോഴത്തേക്ക് എസ്തറിന്റെ വളരെ ധീരമായ ഒരു ഒരു വാക്യം നമുക്ക് ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കും. നമുക്ക് പ്രത്യേകമായി മനഃപ്പാടമായി അല്ലെങ്കിൽ പഠിക്കുവാൻ തക്കമുള്ള ഒരു വാക്യം കൂടിയാണ് 4-ാം അധ്യായം 16-ാം വാക്യം. ഞാൻ യഹൂദന്മാർക്ക് വേണ്ടി സംസാരിക്കുന്ന രീതിയിലേക്ക് പോകുന്നുണ്ട്. അവളുടെ ഒരു സുരക്ഷയ്ക്ക് വേണ്ടിയോ തന്റെ പിതൃഭവനത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയോ ഒന്നുമല്ല, മറിച്ച് തന്റെ എല്ലാ ജനങ്ങൾക്കും വേണ്ടിയാണ് പ്രവർത്തിച്ചത്. ശത്രുക്കളെ തോൽപ്പിച്ച യഹൂദർ കൊള്ള മുതൽ കൈവച്ചില്ല എന്ന് നാം വായിക്കുന്നുണ്ട്. ആ യുദ്ധത്തിലെ നീതിയുടെ തത്വങ്ങളെ അവർ മുറുകെ പിടിച്ചതായി ഇതിൽ കാണുവാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് യഹൂദരെ പ്രത്യേകമായി സംരക്ഷിക്കുന്ന ഒരു ദൈവത്തിന്റെ കരുണ. മൂന്നാമത് ഈ ഈ ഒരു വിടുതലിലേക്ക് പോകുവാൻ തക്കവണ്ണം ഒരുങ്ങിയപ്പോൾ എസ്തർ ആദ്യം പറഞ്ഞത് അനുദപിച്ച് പ്രാർത്ഥനയോടെ ഉപവാസത്തോടു കൂടി നമുക്ക് ഒരുങ്ങാവുന്ന രീതിയിലാണ് അവർ ആദ്യത്തെ ഒരു പടി ചവിട്ടിയത്. സൊല്യൂഷൻ ടു ദ ക്രൈസിസ്, പരിഹാര മാർഗമായി ഒരുങ്ങുന്നത് പ്രാർത്ഥനയും ഉപവാസവുമാണ്. ബാബിലോണിൽ യഹൂദന്മാർക്ക് പല പ്രതിസന്ധികളും നേരിടേണ്ടി വന്നു. സ്വന്തം ദേശം നഷ്ടപ്പെട്ട് പ്രവാസികളായി കഴിയേണ്ടി വന്ന ജനതയായിരുന്നു അവർ. ഒരു രാജാവിന്റെ മഹത്വത്തിനും പ്രതാപത്തിനുമെതിരെ ഒറ്റയ്ക്കോ ഒരു കൂട്ടമായോ നിൽക്കുവാൻ എന്നത് ചിന്തിക്കുവാൻ തക്കവണ്ണം സാധിക്കാത്ത ഒരു കാര്യമാണ്. എസ്തറിന് പോലും രാജാവിന് മുമ്പിൽ പോയി തന്റെ ജനത്തിന് വേണ്ടി സംസാരിക്കാൻ അനുവാദമുണ്ടായിരുന്നില്ല. ഈ പ്രതിസന്ധിക്ക് പരിഹാരം സാധ്യമാക്കിയത് പ്രാർത്ഥനയും ഉപവാസവുമാണ്. അവർക്ക് രട്ടുകൊടുത്ത് കണ്ണീരോട് പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം അവർക്ക് ഇടയായി. അതിന് ദൈവം അഹങ്കാരത്തിന് കൊടുക്കുന്ന ഒരു ഉത്തരം കൂടി നമുക്ക് ഇവിടെ കാണുവാൻ തക്ക പ്രതിവാദി വിഷയമായി പ്രധാനമായി കാണുവാൻ തക്ക സാധിക്കുന്ന കാര്യമാണ്. ഹാമാൻ ഇതിനകത്ത് ഒരു പ്രധാന കഥാപാത്രമാണ് ഹാമാൻ. ഹാമാന് രാജാവ് അവനെ ഒരു വലിയ പദവിയിലേക്ക് ഉയർത്തുകയാണ്. മറ്റെല്ലാ പ്രഭുക്കന്മാർക്കാണ് ഉയർന്ന സ്ഥാനം നൽകുകയും ചെയ്തിരുന്നു. പക്ഷേ അവൻ അഹങ്കാരം, ഹി വാസ് അരങ്കൻ, ഹി വാസ് പവർ ഹംഗ്രിയുള്ള സ്ഥാനത്തിന് വേണ്ടി അധികാര കൊതിയനായിരുന്നു. കുതന്ത്രങ്ങൾ മെനയുവാൻ തക്കവണ്ണം ഉള്ള ആളായിരുന്നു ഹാമാൻ. അവൻ ഇസ്രായേലിന്റെ ശത്രുക്കളായ അമേലിക്ക രാജാവായ ആഗാഗിന്റെ പിൻഗാമിയായിരുന്ന, ഹി വാസ് എൻ അഗാഗൈറ്റ് എന്ന് പറയുന്നതായ ഒരു ഡിസെൻഡന്റ് ആയിരുന്നു. അപ്പം അത് ഇസ്രായേലിന്റെ ഒരു വലിയ ഒത്തിരി നാളത്തെ ഒരു ശത്രുവായിരുന്നു ഈ ആഗാഗൈറ്റ്സ് അമാലേക്കർ എന്ന് പറയുന്ന ആളുകൾ. അവരുടെ ഒരു ഡിസെൻഡന്റ് ആയിരുന്നു പ്രത്യേകമായി ഹാമാൻ. അത് 1 ശമൂവേൽ 15-ാം അധ്യായം 8-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. ഹിസ് ought to eliminate not just Mordecai but ജൂയിഷ് എംപയറിനെ മൊത്തം തുടച്ചു നീക്കുവാൻ തക്കവണ്ണം ഇവനത് ശ്രമിക്കുകയുണ്ടായി. അതിന് ദൈവം നൽകുന്ന ഒരു ഉത്തരം കൂടെ ഇവിടെ കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. ഹാമാന്റെ ഒരു വലിയ ഒരു വീഴ്ച അവിടെ കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. ഒരു ജനതയുടെ വേരോടെ നശിപ്പിക്കുവാൻ പുറപ്പെട്ട ഹാമാൻ മൊർദെഖായിക്ക് ആദരം നൽകേണ്ടി വരുന്നത് നാം കാണുന്നുണ്ട്. പിന്നീട് യഹൂദന്മാർ തങ്ങളുടെ ശത്രുക്കളെ കൊല്ലുന്നു.
മൊർദെഖായി ഹാമാനെ ഉണ്ടാക്കിയ 50 മുഴം ഉയരമുള്ള തൂക്കുമരത്തിൽ ഹാമാൻ തന്നെ തൂക്കിലേറ്റുന്നതായി കാണുന്നുണ്ട്. അവിടെ കരുണയില്ലാതെ വിധിക്കുവാൻ പുറപ്പെട്ടവന് കരുണയില്ലാതെ വിധി ലഭിച്ചതായി നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. ഹാമാൻസ് the one who judged without mercy received judgment without mercy. The proverb, pride goes before destruction. Haughty spirit before a fall came true for Haman. സദൃശവാക്യങ്ങൾ 16-ാം അധ്യായം 18-ാം വാക്യത്തിൽ പറയുന്ന പോലെ ഗർവം വീഴ്ചയ്ക്ക് മുമ്പ്, അഹങ്കാരവും നാശവും ഒക്കെ അതിനു മുമ്പ് വീഴ്ചയ്ക്ക് മുമ്പായിട്ട് വരുന്നു എന്നുള്ള കാര്യം ഹാമാനിൽ നിറവേറിയതായി കാണുന്നുണ്ട്. പിന്നുള്ള പ്രധാന ഒരു വിഷയമാണ് ഒരു സ്ത്രീ ഈ വിമോചനത്തിന്റെ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് വരുന്നു എന്നുള്ളത്. നമ്മൾ കഴിഞ്ഞ പുസ്തകത്തിൽ, റൂത്തിന്റെ പുസ്തകത്തിൽ, റൂത്തിനെ വീണ്ടെടുക്കുവാൻ തക്കവണ്ണം റൂത്ത് വീണ്ടെടുപ്പിന് വേണ്ടി പോയത് ബോവസ് എന്ന് പറഞ്ഞ വ്യക്തിയിലേക്കാണ്. ബോവസ് ക്രിസ്തുവിന് മുൻകുറിയായിരുന്നു. എന്നാൽ ഇവിടെ ദൈവത്തിന്റെ ജനതയ്ക്ക് വേണ്ടി വീണ്ടെടുക്കുവാൻ തക്കവണ്ണം മുമ്പിൽ നിന്നത് ഒരു സ്ത്രീ തന്നെയായിരുന്നു. എസ്തറിന്റെ വളർത്തച്ഛനായിരുന്നു മൊർദെഖായി, ഒരു അങ്കിളായിരുന്നു. പക്ഷേ അനാദിയായ എസ്തറിനെ വളർത്തിയതൊക്കെ മൊർദെഖായിരുന്നു. അതുകൊണ്ട് വളരെ വിശ്വാസത്തിലും പാരമ്പര്യങ്ങളും ഒക്കെ അച്ചടക്കമുള്ളവളായിരുന്നു എസ്തറിനെ വളർത്തിയത്. അവളെ രാജ്ഞിയാക്കാൻ സഹായിച്ചത് മൊർദെഖായിയാണ്. എസ്തറിന്റെ അനുസരണം, വിവേകം, തൻ്റെ ജനത്തിനു വേണ്ടി ജനത്തോട് തീക്ഷ്ണതയും ഒക്കെ ഒത്തിരി ഗുണങ്ങളുണ്ടായിരുന്നു. അവളുടെ രൂപവും സൗന്ദര്യവും ഒക്കെ തൻ്റെ അവൾ തന്റെ ജനത്തെ സ്വന്തം ജീവനേക്കാൾ സ്നേഹിച്ചത്, എന്നിട്ട് പോലും അത് ഒക്കെ അവളെ വേണ്ടി അവൾക്ക് ഉപയോഗിക്കുവാൻ തക്കവണ്ണം സാധിച്ചു. പ്രത്യേകമായും രാജസന്നിധി അനുവാദമില്ലാതെ രാജാവിന് മുമ്പിൽ പ്രവേശിച്ച് ശക്തമായ ഉപവാസത്തിലൂടെ ഒരു വലിയ ശക്തി നേടുവാൻ തക്കവണ്ണം അവൾക്ക് സാധിച്ചു. അതുപോലെ തന്നെ her wisdom paved the way for her people's protection and freedom. അവർ പ്രത്യേകമായി ബാബിലോണിയ സംസ്കാരം അല്ലെങ്കിൽ പേർഷ്യൻ രാജധാനിയിൽ ഒരു മെയിൽ ഡോമിനേറ്റഡ് സൊസൈറ്റി ആയിരുന്നു. അവിടെ പോലും യഹൂദന്മാരുടെ അല്ലെങ്കിൽ ദൈവത്തിന്റെ ജനത്തിന്റെ വിമോചനത്തിന് വേണ്ടി ഒരു സ്ത്രീയുടെ സാന്നിധ്യം പ്രത്യേകമായി അവിടെ ദൈവം ഉപയോഗിച്ചു. അതാണ് നമ്മൾ ഈ പുസ്തകത്തിൽ മുഴുവനായിട്ട് കാണുന്നത്. മൊത്തം പഠിപ്പിക്കുന്നത് ദ പ്രൊവിഡൻഷ്യൽ കെയർ ഓഫ് ഗോഡ് ഈവൻ വെൻ ഹി സീംസ് ഹിഡൻ. ദൈവം മറഞ്ഞിരിക്കുന്നത് തോന്നുമ്പോഴും അവന്റെ സംരക്ഷണവും എപ്പോഴും കൂടെയുണ്ട് എന്നുള്ളതാണ് ഈ പുസ്തകം നമ്മളെ ഓർപ്പിക്കുന്നത്. അതുപോലെ തന്നെ പ്രതിസന്ധികളെ അതിജീവിക്കുവാൻ വിശ്വാസം, പ്രാർത്ഥന, ഉപവാസം എന്നിവയുടെ പ്രാധാന്യം ഒക്കെ ഈ പുസ്തകത്തിൽ കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ദ മ്യൂച്വൽ ലവ്, ദ പവർ ഓഫ് മ്യൂച്വൽ ലവ് ആൻഡ് കമ്മിറ്റ്മെന്റ്, ദൈവജനത്തിന്റെ തമ്മിലുള്ളതായ സമൂഹത്തിന്റെ പരസ്പരമുള്ള സ്നേഹവും പ്രതിബദ്ധതയുടെ ശക്തി നമുക്കിവിടെ കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. യഹൂദന് വേണ്ടി സംസാരിക്കുവാൻ തക്കവണ്ണം മൊർദെഖായി എസ്തറിനോട് പറയുന്നു. തമ്മിൽ അവർ ഒരുമിച്ച് പ്രാർത്ഥനയോടുകൂടി പോകുന്ന ഒരു അനുഭവം കാണുവാൻ തക്കവണ്ണം സാധിക്കും. അതുപോലെ തന്നെ അഹങ്കാരത്തിന് ദൈവത്തിന്റെ പ്രതികരണം, അഹങ്കാരത്തോടുള്ള ദൈവത്തിന്റെ പ്രതികരണത്തെ കുറിച്ച് അതിന്റെ ഉത്തരം നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നു. അതുപോലെ തന്നെ എത്ര അത്ഭുതകരമായ രീതിയിൽ ദൈവം ഓരോ വ്യക്തിയെയും തൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി, ജനത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി ഉപയോഗിക്കുന്നതായ, അതായത് യാതൊരു വ്യത്യാസങ്ങളില്ലാതെ ദൈവം തൻ്റെ ജനത്തിനെ ഉപയോഗിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അത് ഈ പുസ്തകത്തിൽ ഉടനീളമായി കാണുന്നതാണ്. 5-ാമത്തെ അധ്യായത്തിൽ മുഴുവനായിട്ടും നമുക്ക് പ്രത്യേകമായി ഈ പുസ്തകത്തിൽ കാണുവാൻ തക്കവണ്ണം സാധിക്കുന്ന ഒരു കാര്യം. അതിൻ്റെ അടുത്ത ഒരു 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 അധ്യായം കൂടെ നമുക്ക് നോക്കാം. അടുത്ത അധ്യായത്തിന്റെ പേര് ദ ഡൗൺഫോൾ ഓഫ് റോയൽ പ്രൈഡ് ആൻഡ് റൈസ് ഓഫ് ഡിവൈൻ ഹോപ്പ്. ആദ്യത്തെ അധ്യായത്തെക്കുറിച്ച് പഠിക്കുന്നതായ കാര്യമാണ് നമുക്ക് അവിടെ കാണുന്നത്. രാജകീയ അഹങ്കാരത്തിന്റെ പതനവും ദൈവിക പ്രത്യാശയുടെ ഉയർച്ചയുമാണ്. The book of Esther records even during the reign of King Ahasuerus. ക്സെറക്സ് എന്ന് പറഞ്ഞ രാജാവ് 486-65 BC-യിൽ പേർഷ്യൻ സാമ്രാജ്യം ഭരിച്ചിരുന്നതായ ഒരു രാജാവിന്റെ സമയത്ത് നടക്കുന്ന കാര്യങ്ങളാണ് ഈ എസ്തറിന്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇവരാണ് ദിസ് വാസ് എംപയർ ദാറ്റ് ലെറ്റ് ദ ഇസ്രായേൽ ഇൻ ടു എക്സൈൽ. പ്രവാസത്തിലേക്ക് പോകുവാൻ തക്കോണം ഇസ്രായേൽ മക്കളെ കൊണ്ടുപോയത്
ഈ രാജാവിന്റെ കാലഘട്ടത്തിലാണ്. ആദ്യ ഇസ്രായേൽ മക്കളെ പ്രവാസത്തിലേക്ക് കൊണ്ടുപോയത് ഈ രാജാവ്. ഈ അഹശ്വേരോഷ് രാജാവിന്റെ ഒരു രാജധാനി എന്ന് പറഞ്ഞാൽ വലിയൊരു പ്രവിശ്യയിലായിരുന്നു. ഇതാണ് പറഞ്ഞത്. ഹിന്ദു ദേശം മുതൽ കൂശ് വരെ എന്നാണ് ഇതേക്കുറിച്ച് പറയുന്നത്. ഹിന്ദു ദേശം എന്ന് പറയുന്നത് ഇൻഡസ് വാലി എന്ന് പറയുന്നതായ ആ സ്ഥലം മുതൽ കൂശ് വരെ, അതായത് ഈജിപ്തിൽ എത്യോപ്യ എന്ന സ്ഥലം വരെയുള്ളതായ ഒരു അത്രയും വലിയ ഒരു ഒരു സംഭവങ്ങളായിരുന്നു ഇവർക്ക് പ്രത്യേകമായി ഈ ഈ അഹശ്വേരോഷ് രാജാവിന് ഉണ്ടായിരുന്നത്. ഒരു വലിയ വലിയ ഒരു ആ, പ്രതാപവും സമ്പത്തും പ്രൗഢിയും ആഡംബരവും ഒക്കെ ഇവിടെ കാണുവാൻ തക്കമാണ്. അതുകൊണ്ട് ഒന്നാം അധ്യായത്തിൽ 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങളൊക്കെ ആ ഒരു പ്രൗഢിയാണ് അവിടെ പ്രത്യേകമായി കാണിക്കുന്നത്. The verses 1 to 9 highlights the immense wealth and luxury of the kingdom. Chapter describes seven royal feasts showcasing the splendor and pride of the Babylonian Empire. 9 വിരുന്നുകൾ ഇവിടെ കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. വലിയ ആഡംബരവും ഒക്കെ ഉള്ളതായ വലിയ കാര്യങ്ങളുള്ളതായ അതിന്റെ 1-ാമത്തെ അധ്യായം വായിക്കുമ്പോൾ തന്നെ ഒത്തിരി കാര്യങ്ങൾ അത് തൂണുകളെ കുറിച്ചും ശീലകളെ കുറിച്ചും ഒക്കെ പ്രതിപാദിക്കുന്നുണ്ട്. വലിയ ആഡംബരത്തിൽ ജീവിച്ചിരുന്ന സുഖലോലുപതയിലായിരുന്നതായ ഒരു രാജ്യമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കണം സാധിക്കുന്ന ഒരു കാര്യമാണ്. ആദ്യത്തെ അധ്യായത്തിൽ 2 വിരുന്നുകളെ കുറിച്ചാണ് പറയുന്നത്. ഒന്നാമത്തെ വിരുന്ന് 180 ദിവസം നീണ്ടു നിൽക്കുന്നതായ ഒരു ഒരു വിരുന്നായിരുന്നു. പേർഷ്യയിലെയും മേദ്യയിലെയും ഇപ്പോഴത്തെ ഇറാനിലെയും ഇറാഖ് എന്ന് പറയുന്ന ആ 2 രാജ്യങ്ങളാണ്. പേർഷ്യ ആൻഡ് മേദ്യ എന്ന് പറയുന്ന 2 രാജ്യങ്ങളിലെയും ആളുകൾക്ക് വേണ്ടി, പ്രഭുക്കന്മാർക്ക് വേണ്ടിയായിരുന്നു ആദ്യത്തെ വിരുന്ന്. അത് 180 ദിവസം നീണ്ടു നിൽക്കുന്നതായ ഒരു വിരുന്നായിരുന്നു അത്. രണ്ടാമത്തെ വിരുന്ന് 7 ദിവസം നീണ്ടു നിൽക്കുന്നതായ ഉദ്യാനത്തിലുള്ളതായ പൂന്തോട്ടത്തിലുള്ളതായ ഒരു സൂഷൻ എന്ന് പറഞ്ഞ ശൈത്യകാല വിന്റർ പാലസ്, വിന്റർ ക്യാപിറ്റൽ എന്ന് പറയുന്ന ഒരു നഗരമാണ് സൂഷൻ. ആ സമയത്ത് അവർ ആ ഉദ്യാനത്തിലുണ്ടായ ഒരു 7 ദിവസത്തെ ചെറുതാണെങ്കിൽ പോലും നമ്മളെ സംബന്ധിച്ച് വലുതായ 7 ദിവസത്തെ വലിയൊരു ബാങ്ക്വറ്റ് ആയിരുന്നു, വിരുന്നായിരുന്നു രണ്ടാമത്തെ വിരുന്ന്. ഇതെല്ലാം ഈ ഈ വിരുന്നുകളെല്ലാം പബ്ലിക് ഡിസ്പ്ലേ ഓഫ് ദ കിങ്ഡംസ് ഗ്രാൻഡ്യുവർ, അവരുടെ ഏറ്റവും വലിയ ആഡംബരത്തിന്റെ ഒക്കെ മഹത്വവും അഹങ്കാരവും പ്രദർശിപ്പിച്ചിരുന്നു. ഒപ്പം അപ്രതീക്ഷിത സംഭവങ്ങൾക്ക് ഈ ഈ വിരുന്നുകൾ കാരണമായും എന്നും കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. ആദ്യത്തെ ഒരു സംഭവമാണ് വസ്തി എന്ന് പറഞ്ഞാൽ ഈ അഹശ്വേരോഷ് രാജാവിന്റെ പത്നിയായ വസ്തിയുടെ ഒരു ധീരമായ ഒരു ഡിസൊബീഡിയൻസ് എന്ന് പറയുന്ന കാണുന്ന ഒരു കാര്യം അവിടെ സംഭവിക്കുകയാണ്. വസ്തി രാജ്ഞി സ്ത്രീകൾക്കായി ഒരു വിരുന്ന് നടത്തുകയുണ്ടായി. എന്നാൽ മദ്യത്തിന്റെ ലഹരിയിലായിരുന്ന രാജാവ് വസ്തി രാജ്ഞി വന്ന് തന്നെ അതിഥികൾക്ക് മുമ്പിൽ അവളെ സൗന്ദര്യം പ്രദർശിപ്പിക്കുവാൻ തക്കവണ്ണം കിരീടം ധരിച്ചു വരുവാൻ തക്കവണ്ണം അവൾ ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ വസ്തി എന്ന പേരിന്റെ അർത്ഥം, പേർഷ്യൻ നെയിമാണ് വസ്തി, അതിന് സുന്ദരി എന്നുള്ളതാണ് ഒരു പേരിന്റെ അർത്ഥം. പക്ഷേ അതിനിടയിൽ താൻ നൽകുന്ന വിരുന്നിനിടയിൽ നൽകുവാൻ തക്കവണ്ണം അങ്ങനെ കാര്യം ചെയ്യുവാൻ തക്കവണ്ണം വസ്തിക്ക് സാധിച്ചില്ല. അങ്ങനെ വസ്തി അത് നിരാകരിക്കുകയാണ്. എനിക്ക് വരാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൾ നിരാകരിക്കുകയാണ്. 2-3 കാര്യങ്ങൾ പ്രത്യേകമായി പറയുന്നുണ്ട്. ഈ ലഹരിയുടെ ആധിക്യം അപ്രതീക്ഷിതമായ വഴിത്തിരിവിലേക്ക് ഗതിമാറുന്ന കാഴ്ചയാണ് പിന്നീട് കാണുന്നത്. ഒന്നാമത് രാജ്ഞാജ്ഞ മദ്യലഹരിയിലായിരുന്നു കൊണ്ടോ, സ്ത്രീകൾ മാത്രം നടക്കുന്ന മറ്റൊരു സമ്മേളനത്തിൽ നിന്ന് വിളിക്കപ്പെട്ടത് കൊണ്ടോ, സൗന്ദര്യ പ്രദർശനം അപമാനകരമായി മാറിയേക്കാമെന്നത് കൊണ്ടോ ആയിരിക്കാം രാജ്ഞി ഇങ്ങനെ ഒരു ആ രാജ്ഞ നിരാകരിക്കുന്നത്. ആ ഒരു നിരാകരണമാണ് പിന്നീട് ഒരു വലിയ ഒരു ഇതായിട്ട് മാറുന്നത്. ആഫ്റ്റർ മാത്ത് ഓഫ് ഡിസൊബീഡിയൻസ്, രാജാവിന്റെ ഉപദേശകന്മാർ പറയുകയാണ് വസ്തിയുടെ ധിക്കാരം രാജ്യത്തിലെ മറ്റ് ആളുകൾക്ക്, സ്ത്രീകൾക്ക് പ്രത്യേകമായി അനുസരണമില്ലായ്മ അത് ഉണ്ടാക്കും. അതുകൊണ്ട് അതിന് തക്കതായ ഒരു കാരണം ചെയ്യണമെന്ന് പറയുകയാണ്. അങ്ങനെ രാജാവ് വസ്തിയെ അവളുടെ സ്ഥാനത്ത് നിന്ന് നീക്കുകയാണ്. വലിയൊരു ഉടമ്പടി ആജ്ഞ പുറപ്പെടുവിക്കുകയാണ്. The decree declared that Vasti was to be replaced by a more worthy queen എന്ന് പറഞ്ഞുകൊണ്ട് അവൾക്ക് പകരമായി
ഒരു രാജ്ഞിയെ ചെയ്യണമെന്ന് അവിടെ വെച്ചാണ് ആ, അങ്ങനെയാണ് എസ്തർ അവിടേക്ക് വരുന്നത്. പ്രത്യേകമായി ദൈവശാസ്ത്രപരമായ രണ്ട് കാര്യങ്ങൾ തിരുമേനി പ്രത്യേകമായി പറയുന്നുണ്ട്. ഗോഡ്സ് സോവറിൻ ഓവർ മാൻസ് അരഗൻസ്, ദൈവത്തിന്റെ പരമാധികാരം മനുഷ്യന്റെ അഹങ്കാരത്തെ തകർക്കുന്ന ഒരു കാര്യമാണ്. ദ കിങ്സ് പ്രൈഡ് ആൻഡ് റൈവൽറി ആർ എ മിറർ ഇൻ ബാബിലോണിയൻ കിങ് നെബുക്കദ്നേസർ അരഗൻസ്. ഡാനിയൽ പ്രവാചകന്റെ പുസ്തകത്തിലും ഇങ്ങനെ ഒരു നെബുക്കദ്നേസർ രാജാവിനെ കുറിച്ച് കാണുന്നുണ്ട്. ഗോഡ് ഒപ്പോസസ് ദ പ്രൗഡ് ബട്ട് ഗിവ്സ് ഗ്രേസ് ദ ഹംബിൾ. താഴ്മയുള്ളവരെ ഉയർത്തുന്നു, ഗർവിയെ നിലംപരിശാക്കുന്ന ഒരു കാര്യം നമുക്ക് അവിടെ കാണുവാൻ തക്കവണ്ണം സാധിക്കും. അതുപോലെ തന്നെ ദ മിസ്റ്ററി ഓഫ് ഡിവൈൻ സ്ട്രാറ്റജീസ്, ദൈവിക തന്ത്രങ്ങളുടെ രഹസ്യത്തെക്കുറിച്ച് നമ്മൾക്ക് അവിടെ കാണുവാൻ, നിഗൂഢമായ ദൈവികമായ തന്ത്രങ്ങളെക്കുറിച്ച് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. വസ്തിയുടെ ഈ ആജ്ഞാലംഘനം ഒരു നെഗറ്റീവായ ഒരു കാര്യമാണെങ്കിൽ പോലും അതൊരു വലിയ ഒരു അനുഗ്രഹത്തിനായിട്ട് മുഖാന്തരമായി മാറി. അവിടെ this created the path for Esther to become queen, ultimately save the Jewish people. This can be compared to the ജോസഫിന്റെ കഥയുമായിട്ട് താരതമ്യപ്പെടുത്തുവാൻ തക്കവണ്ണം സാധിക്കുന്ന ഒരു കാര്യമാണ്. ജോസഫിനെ ഒന്നുമില്ലാത്തവനായി ഈജിപ്തിലെത്തി അവിടെ വെച്ച് ദൈവം അവനെ രണ്ടാമനായി, ഫറവോൻ രാജാവ് രണ്ടാമനായി ഉയർത്തുന്ന ഒരു കാര്യത്തെ പോലെ തന്നെയാണ് ബാബിലോണിൽ എത്തിയതായ ഒരു പ്രവാസത്തിലായിരിക്കുന്ന ഒരു സ്ത്രീയെ അവിടെ രാജ്ഞിയായി മാറുന്ന ഒരു വലിയ അനുഗ്രഹം ദൈവിക പദ്ധതിയുടെ ഭാഗമായി അവിടെ കാണുന്നുണ്ട്. അങ്ങനെ ആ പുസ്തകം അങ്ങനെ തുടങ്ങുകയാണ്. അതിനൊരു പൊതു പ്രതികരണം പ്രത്യേകമായി പറയുന്നത് ബിഹേവിയർ ഓഫ് ദോസ് ഇൻ പവർ ഇൻഫ്ലുവൻസസ് സൊസൈറ്റി. പ്രത്യേകമായി ഉന്നത സ്ഥാനങ്ങളുള്ള പെരുമാറ്റം സമൂഹത്തെ മുഴുവനായി ബാധിക്കുന്ന ഒരു കാര്യം അവിടെ കാണുന്നുണ്ട്. ദ കിങ്സ് ജഡ്ജ്മെന്റ് വാസ് വൈഡ്ലി പബ്ലിസൈസ്ഡ് ടു എൻഷുർ ഓൾ വുമൻ വുഡ് റെസ്പെക്ട് ദ ഹസ്ബൻഡ്സ് ഫ്രം ദ ലീസ്റ്റ് ടു ദ ഗ്രേറ്റസ്റ്റ്. ഈ ഡിപ്പോസിഷൻ became the crucial opening for the Esther's entry into the royal court. എസ്തറിന്റെ രാജകീയമായ ആ ഒരു കോർട്ടിലേക്കുള്ള എൻട്രിയിൽ കാരണമായി ഈ ഒരു കാര്യം മാറുകയാണ്. പ്രത്യേകമായി മൂന്ന് പ്രധാന ഒരു കീ ലെസൺസ് ആണ് ഈ ഒന്നാം അധ്യായത്തിൽ കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നത്. ഒന്നാമത്, ഗോഡ് വർക്ക്സ് സീക്രട്ട്ലി എന്നുള്ളതാണ്. ദൈവം വളരെ രഹസ്യമായി പ്രവർത്തിക്കുന്നു. സാധാരണ മനുഷ്യന് സംഭവങ്ങളെ പോലും തന്റെ ദൈവിക പദ്ധതികൾ നിറവേറ്റുവാൻ ദൈവം ഉപയോഗിക്കുന്നതായി നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്ന ഒരു കാര്യം നമുക്കിവിടെ കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. ഒന്നാം അധ്യായം വളരെ വളരെ പ്രത്യേകമായി ദൈവത്തിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പറയുന്ന ഒരു കാര്യമാണ്. യോബിന്റെ പുസ്തകം 5-ാം അധ്യായത്തിൽ 9-ാം വാക്യത്തിൽ പറയുന്ന പോലെ ദൈവത്തിന്റെ പദ്ധതികൾ വളരെ അഗോചരമാണ്. അത് മാനുഷികമായി മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കാത്ത ഒരു കാര്യമാണ് എന്നുള്ളത്. രണ്ടാമത്, ഈ ഒന്നാം അധ്യായത്തിൽ ഗോഡ് പ്രൈഡ് ഓൾവേസ് ലീഡ്സ് ടു ഫോൾ, അഹങ്കാരത്തിന്റെ ഒരു പതനത്തെക്കുറിച്ച് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. മൂന്നാമത്, ജ്ഞാനവും അനുസരണവും, വസ്തുയുടെ പ്രവൃത്തിയിൽ പിന്നീട് എസ്തറിന്റെ ജ്ഞാനവും തമ്മിലുള്ള വ്യത്യാസവും ഈ ഗുണങ്ങളുടെ പ്രാധാന്യവും ഒക്കെ കാണിക്കുന്ന ഒരു കാര്യമായി ഈ ഒന്നാം അധ്യായം അവിടെ അവസാനിക്കുകയാണ്. ഈ വലിയൊരു ഇസ്രായേൽ ജനത്തിന്റെ അല്ലെങ്കിൽ യഹൂദ ജനത്തിന്റെ ദൈവത്തിന്റെ ജനത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി പ്രവർത്തിച്ച ഒരു സ്ത്രീ ഒരു പ്രവാസത്തിൽ, അതായത് സ്വന്തം ദേശത്ത് നിന്ന് മാറി വേറൊരു ദേശത്ത് ആരും അനാഥയായ ഒരു സ്ത്രീയെ ദൈവം പല കാരണങ്ങൾ കൊണ്ട് ഉപയോഗിച്ച് അവളെ വലിയൊരു രാജ്യത്തിന്റെ, ബാബിലോൺ സംസ്കാരം എന്ന് പറഞ്ഞാൽ പേർഷ്യൻ സംസ്കാരത്തിൽ അന്ന് ലോകത്തിൽ നിലവിലുണ്ടായ ഏറ്റവും ശക്തരായ ഒരു സാമ്രാജ്യത്തിന്റെ വലിയ രാജാവായിരുന്നു അഹശ്വരോസ് രാജാവ്, എക്സറക്സ് എന്ന് പറഞ്ഞ രാജാവ്. ആ രാജാവിന്റെ രാജ്ഞിയായി മാറുവാൻ തക്കവണ്ണം അവിടെ ഈ എസ്തറിന് സാധ്യമായി. അതിന് ശേഷം യഹൂദജനത്തെ തച്ചുടയ്ക്കുവാൻ തക്കവണ്ണം പോയ ഹാമാന് നേരിടുന്നതായ അഹങ്കാരിയായ ഹാമാന് നേരിടുന്നതായ വീഴ്ചയൊക്കെ കാണുവാൻ തക്കവണ്ണം സാധിക്കുന്ന മുമ്പോട്ടുള്ള അധ്യായങ്ങൾ നമുക്കത് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. ഇനിയുള്ള ദിവസങ്ങൾ നമുക്ക് അത് പഠിക്കുവാൻ തക്കവണ്ണം സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകമായി ഈ പുസ്തകങ്ങളൊക്കെ പഠിക്കുമ്പോഴും ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത പല കാര്യങ്ങൾ നമ്മൾ വിചാരിക്കും നമ്മുടെ ഇതൊന്നും ഇങ്ങനെ ആയിരുന്നില്ലെങ്കിലോ എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാകും. പക്ഷേ
അത് ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗമാണ്. അതിനനുസരിച്ച് നമ്മുടെ ഹൃദയങ്ങളെയൊക്കെ ഒന്ന് രൂപാന്തരപ്പെടുത്തുവാൻ തക്കവണ്ണം ഇടയാകണം. ഇത് പഠിക്കുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ കരുണയെ, ദൈവത്തിന്റെ പദ്ധതികളെയൊക്കെ മനസ്സിലാക്കുവാനും അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ പൂർണ്ണമായ ദൈവാശ്രയത്തോടുകൂടി പോകുവാൻ തക്കവണ്ണം ഇടയാകട്ടെ. അതിന് എസ്തർ ചെയ്തതുപോലെ പ്രാർത്ഥനയോടും ഉപവാസത്തോടും കൂടി വലിയൊരു അനുഭവമാണ് നമുക്ക് മുമ്പോട്ട് പോകാൻ തക്കവണ്ണം സാധിക്കുന്നത്. അതിനായിട്ട് ദൈവം നമ്മളെ ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ദൈവം വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. അടുത്ത ദിവസങ്ങളിൽ ഹെസ്തറിന്റെ ബാക്കിയുള്ള പുസ്തകങ്ങൾ നമുക്ക് ധ്യാനിക്കാം. അതിന് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു അച്ഛാ. ഇന്നത്തെ അനുഗ്രഹിക്കപ്പെട്ട ആം, മധ്യസ്ഥ പ്രാർത്ഥനയിലും അതുപോലെ തന്നെ വേദപഠനത്തിലും നമ്മോടൊപ്പമായിരുന്ന മുബിനച്ചനോടുള്ള എല്ലാ നന്ദിയും സ്നേഹവും MMVS പേരിലും ഇന്ന് കൂടി വന്നിരുന്ന എല്ലാവരുടെയും പേരിൽ അറിയിച്ചു കൊള്ളുന്നു. താങ്ക് യു അച്ഛാ. താങ്ക് യു. നമുക്ക് ആശീർവാദത്തിനായിട്ട് പാറയ്ക്കുമോർ പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ തമ്പ്രാന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും ദൈവമേ, ഞങ്ങൾ ഓരോരുത്തരോടെയും പ്രത്യേകിച്ച് ഞങ്ങളുടെ പ്രവർത്തനങ്ങളോടെയും ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേലും ഞങ്ങളുടെ എല്ലാ നല്ല പ്രവർത്തനങ്ങളുടെ മേലും ഇപ്പോഴും എപ്പോഴും നീക്കുണ്ടായിരിക്കുമാറാകണമേ. ആമേൻ. താങ്ക് യു അച്ഛാ. താങ്ക് യു. താങ്ക് യു.